മൈന, ഇതെൻ്റെ കണ്ടുപിടുത്തം. ഞാൻ മാത്യു. ഞാൻ 40 കൊല്ലമായിട്ട് ഈ രംഗത്ത് വർക്ക് ചെയ്യുകയാണ്. 40 കൊല്ലമായിട്ട്, അതൊരു 36 കൊല്ലം BSNL അക്കൗണ്ടൻ്റായിട്ട് വർക്ക് ചെയ്ത് ഒരു 2019 36 വർഷം സർവീസിന് ശേഷം റിട്ടയർ ചെയ്തതിന് ശേഷം മ്യൂസിക് മാത്രമായിട്ട്, അതിനിടയ്ക്ക് ലോക്ക്ഡൗണും പ്രശ്നങ്ങളൊക്കെ വന്നു. പക്ഷേ കഴിഞ്ഞ 40 വർഷമായിട്ട് ഈ രംഗത്ത് വർക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും കൂടെ MG രാധാകൃഷ്ണൻ, ദേവരാജൻ മാസ്റ്റർ, G രവീന്ദ്രൻ, ജോൺസൺ, ജെറി അമൽദേവ്, മോഹൻ സിതാര, ഇത്ര എല്ലാ മിക്കവാറും എല്ലാ മ്യൂസിക് ഡയറക്ടേഴ്സിൻ്റെയും കൂടെ ധാരാളം സിനിമ പാട്ടുകൾ, ഹിറ്റായ സിനിമാ പാട്ടുകൾ വായിക്കാൻ പറ്റി. പിന്നെ പ്ലേബാക്ക് സിംഗേഴ്സ് യേശുദാസ്, ചിത്ര, പി സുശീല, മാധുരി, ഒരുമാതിരി ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദൻ, ഒരുമാതിരി ഇപ്പോൾ ജീവിച്ചിരിക്കുന്നതും അല്ലാത്തതുമായ ഒത്തിരി പാട്ടുകാരുടെ കൂടെ ഒത്തിരി ഗാനമേള സ്റ്റേജുകളും സ്റ്റേജ് ഷോകളും ഫിലിം സോങ്ങുകളും ഒത്തിരി വർക്ക് ചെയ്യാൻ പറ്റി, അവരോടൊപ്പം വർക്ക് ചെയ്യാൻ പറ്റി. ഇത് തുമ്പ 1972 മുതൽ ഇങ്ങോട്ട് R.D. ബർമനാണ് ഇത് ഫിലിം മ്യൂസിക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ സാധനം ഇത് ശരിക്കും ഇതിൻ്റെ ഒറിജിൻ ക്യൂബ, ലാറ്റിൻ അമേരിക്കയൊക്കെയാണ്. ഇത് എൻ്റയർലി ഡിഫറൻറ്റ് ടോണാണ്. അത് റംബാഹോ, ദമ്മരഥം, ആ പാട്ടുകളിലൊക്കെ വായിച്ചിട്ടുണ്ട്. സ്റ്റേജ് ഷോസ് ഒരു ഈ 40 വർഷത്തിനകത്ത് 25,000 പ്രോഗ്രാമെങ്കിലും ഓർമ്മയിൽ, ഒരു 25,000 പരിപാടിയെങ്കിലും ചെയ്തു കാണും സ്റ്റേജ് പ്രോഗ്രാം. ഒരു 100-120 ഫിലിം സോങ്ങുകൾക്ക് പ്ലേ ചെയ്തു. ഈ പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സിലെല്ലാം താളവാദ്യങ്ങൾ മാത്രം. പിന്നെ ഒരു 10-30 സിനിമകളുടെ വർക്ക്, ഷൂട്ടിംഗ് ഉൾപ്പെടെ റെക്കോർഡിംഗ് ഉൾപ്പെടെ എല്ലാം ചെയ്യാൻ പറ്റി. ഒരു 100-120 ഹിറ്റ് സോങ്ങുകൾക്കും വായിച്ചിട്ടുണ്ട്. ഈ ഇൻസ്ട്രുമെൻറ്റുകളെല്ലാം വായിച്ചിട്ടുണ്ട്. ഈ പഴയ ഇൻസ്ട്രുമെൻറ്റ് കംപ്ലീറ്റ് ആദ്യം ഞാൻ തുടങ്ങുന്നത് ഈ കോങ്കോ ഡ്രമ്മാണ്. ഈ കോങ്കോ ഡ്രമ്മിൽ ഇതിലാണ് ഒരു 40 വർഷം മുമ്പ് ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അന്ന് ഈ ഇലക്ട്രോണിക് സാധനങ്ങളൊന്നും ഇല്ല, എല്ലാം മാനുവൽ, ഇതുപോലെ ഉള്ള സാധനങ്ങൾ, എല്ലാം വായിച്ചുകൊണ്ടിരുന്നു. പിന്നെ ഇലക്ട്രോണിക് സാധനങ്ങൾ വന്നപ്പോഴേ എളുപ്പ വഴിക്ക് വേണ്ടിയിട്ട് ഇലക്ട്രോണിക് സാധനങ്ങൾ കണ്ടമാനം ഇറങ്ങിയത് എടുത്തുകൊണ്ടേയിരുന്നു. ഈ ഫീൽഡിൽ നിന്ന് കിട്ടിയ, ഈ രംഗത്തു നിന്ന് കിട്ടിയ പൈസ എല്ലാം ഈ രംഗത്ത് തന്നെ മുടക്കി വന്ന 40 വർഷം കൊണ്ട് പുതിയ സാധനങ്ങൾ ഇറങ്ങുന്നു, എടുക്കുന്നു, ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും. ഇനി ആയുസ് ഉണ്ടെങ്കിൽ കുറേ കൂടെ മുമ്പോട്ട് പോകണം. ഇപ്പോഴത്തെ സിസ്റ്റം അല്ലാതെ ഈ ട്രാക്ക് സിസ്റ്റമൊക്കെ വരുന്നതിന് മുമ്പ് യേശുദാസ്, ചിത്ര, ഇവരൊക്കെ ലൈവായിട്ട് വന്ന് പാടുന്ന പ്രോഗ്രാമിന് ലൈവായിട്ട് തന്നെ ഒത്തിരി വായിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാം എളുപ്പവഴിയാണല്ലോ. ഒരാൾ മിസ്റ്റേക്ക് വന്നാൽ തന്നെ ആ പോർഷൻ കട്ട് ചെയ്തെടുക്കുക, അതൊന്നുമില്ല. ആ കാലം തൊട്ട് തുടങ്ങി ഇന്ന് ഒരു 2010 വരെയുള്ള ഒരുമാതിരിപ്പെട്ട എല്ലാ രീതിയിലുള്ള വർക്ക് ചെയ്തു. ഹായ്, ഇത് ഇലക്ട്രോണിക് പെർക്കഷനിലേക്ക് കിടക്കുമ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് മറ്റ് സാധനങ്ങൾ, വേറെ ഇലക്ട്രോണിക് സാധനങ്ങളും കഴിഞ്ഞിട്ട് റോളൻഡ് കമ്പനി, ജാപ്പനീസ് പ്രോഡക്റ്റാണ് റോളൻഡ് കമ്പനിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് സാധനമാണ്. ലോകത്തുള്ള വേൾഡ് വൈഡ് പെർക്കഷൻ ഇൻസ്ട്രുമെൻറ്റ്സ് മൊത്തം ഇതിൽ കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് തബല, മൃദംഗം, ചെണ്ട, തകില്, ലോകത്തുള്ള താളവാദ്യം മൊത്തം ഒരാൾക്ക് മാനുവലായിട്ട് കൈകൊണ്ട് വായിക്കുന്ന സാധനമാണ്, ഓട്ടോമാറ്റിക് അല്ല. എക്സാമ്പിൾ തബല. പക്ഷേ ആ തനതായ ഇൻസ്ട്രുമെൻ്റ് വായിക്കാൻ അറിയാം, ആ സ്റ്റൈൽ അറിയാമെങ്കിൽ ഇത് ഓപ്പറേറ്റ് ചെയ്യാനൊക്കെ ഉള്ളൂ. ഇനിയും ചെണ്ട.
വേണ്ട. അടുത്തത് മൃദംഗം. അത് മൃദംഗത്തിൻ്റെ കൂടെ വരുന്ന സാധനങ്ങൾ. മോർശങ്ക്, ഘടം, പഞ്ചാബിയായി. തകിൽ, തവിൽ, തവിൽ, കോങ്കോ ഡ്രംസ്, ഡ്രംസ്, ഈ കാണുന്ന വെസ്റ്റേൺ ഡ്രംസ്. ഓട്ടോമാറ്റിക് ലേസർ ബീമുണ്ട്, അത് കട്ടാകുമ്പോൾ ആ ടോൺ കേൾക്കും. ഡോലക്ക്, ഡോലക്ക് എന്ന് പറഞ്ഞ ആ സാധനം, ആ ഡോലക്ക്. ഡോലക്കായി. ബാൻഡ്, പിന്നെ എഫക്ട്സ്. ശംഖ്, കൊമ്പ്, എടയ്ക്ക, എടയ്ക്ക, പഴയ സുനാമി, ഇടയ്ക്ക, വേൾഡ് വൈഡ് ആയിട്ടുള്ള ലോകത്തുള്ള എല്ലാ താളവാദ്യങ്ങളും ഇതിലുണ്ട്. എന്ത് വേണമെങ്കിലും വായിക്കാം. എളുപ്പവഴി, എളുപ്പവഴിക്ക് കൊള്ളാം. റെക്കോർഡിങ്ങിനും പറ്റും, റെക്കോർഡ് ചെയ്തിടാം, റെക്കോർഡ് ചെയ്യാനും പറ്റും. റെക്കോർഡ് ചെയ്യാം. ശരി, റെക്കോർഡ് ചെയ്ത് റീപ്ലേ ചെയ്യാം. അങ്ങനെ റെക്കോർഡിങ്ങിനും ഉപയോഗിക്കാം, മാനുവലായിട്ട് പ്ലേ ചെയ്യാനും ഉപയോഗിക്കാം. ഈ ബീം അത് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വരില്ല. ഈ ബീം, ഇവിടെ ലേസർ ബീം, ആ ബീം കട്ടാകുമ്പം അതിൽ കൊടുത്തേക്കുന്ന ടോൺ കേൾക്കും. ഇലക്ട്രോണിക് പെർക്കഷനിൽ രണ്ടാമത്തെ ഐറ്റം റോളൻഡ് കമ്പനിയുടെ ജാപ്പനീസ് പ്രോഡക്റ്റ് ഇലക്ട്രോണിക് പാഡ്, റിതം പാഡ്. അതിൽ വേൾഡ് വൈഡ് ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതുപോലെ തന്നെ വേൾഡ് വൈഡ് ഇൻസ്ട്രുമെൻറ്റ്സ് മൊത്തം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനെക്കാട്ടിലും അഡ്വാൻസ്ഡ് സാധനം ഇതാണ്. ഇത് അതിന് മുമ്പുള്ളത്, ഒരു 20 കൊല്ലം മുമ്പുള്ള സാധനം. ഇതിപ്പോൾ ഒരു ഇറങ്ങിയിട്ടൊരു 3 കൊല്ലം ആയി കാണും. എല്ലാം അതുപോലെ കോസ്റ്റ്ലി പ്രോഡക്ട്സാണ്. ഇതിലും ഈ പറഞ്ഞ പോലെ അല്ല, അത് ഡ്രമ്മിന് പകരം യൂസ് ചെയ്യാം. എക്സാമ്പിൾ, ഇപ്പോൾ ഇളയനില SPBയുടെ ഒരു സോങ്ങിൽ ഡ്രമ്മിൽ വായിച്ചു കഴിഞ്ഞാൽ സെയിം സാധനം. അടുത്തതായി ടൈമിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. എല്ലാ താളവാദ്യങ്ങളുടെയും കൂടെ സപ്പോർട്ടായിട്ട് അതിൻ്റെ ബേസിക് റിതം കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാ ഇൻസ്ട്രുമെൻറ്റിൻ്റെയും കൂടെ വായിക്കുന്നതാണ് ടൈമിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഇതിൻ്റെ പേരാണ് സ്ക്രൈപ്പർ. നമ്മുടെ MG ശിവകുമാറും ചിത്രയും താളവട്ടത്തിൽ പാടിക്കുന്ന ഹിറ്റ് ഡിവേറ്റ് സോങ്ങിൻ്റെ ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ മ്യൂസിക് രഘുകുമാർ, മ്യൂസിക് ഡയറക്ടർ, അത് ചെയ്തേക്കുന്ന ഈ സാധനത്തിലാണ് ഫസ്റ്റ് ഇൻട്രൊഡക്ഷൻ മ്യൂസിക്. അത് കഴിഞ്ഞാൽ ബാക്കി വരുന്നത്.
ഗുങ്കുരു, ചിലങ്ക, തബലയുടെ കൂടെയും ഏത് ഇൻസ്ട്രുമെൻ്റ് കൂടെയും ചേർത്ത് വായിക്കുന്നത്. ലാറ്റിൻ അമേരിക്കൻ ഇൻസ്ട്രുമെൻ്റ് കബാസ. ഭക്തിഗാനങ്ങൾ, കൂടുതലായിട്ടും ഭക്തിഗാനങ്ങളിൽ കേൾക്കുന്ന മഞ്ചീര അഥവാ ജാൽറ. അതൊന്ന്. ഭക്തിഗാനങ്ങളിൽ ഉപയോഗിക്കുന്ന വേറൊരു സാധനം ട്രയാങ്കിൾ. അതിൻ്റെ ഷേപ്പ് തന്നെ ട്രയാങ്കിളാണ്. ബെല്ലിന് പകരം ഉപയോഗിക്കുന്നു. ടൈമിങ് ഇൻസ്ട്രുമെൻറ്റിൽ ചില എഫക്ട്സ് വായിച്ചിട്ടുള്ള ബോട്ടിൽ, ഇതെല്ലാം ഈ സാധനങ്ങളെല്ലാം ഈ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റിൽ കിട്ടും. പക്ഷേ തനതായ ഇൻസ്ട്രുമെൻറ്റ് കയ്യിലെടുത്ത് വായിക്കുന്നതാണ് അതിൻ്റെ ത്രില്ല്. ഓരോ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ത്രില്ല്, തനതായ ഒറിജിനൽ ഇൻസ്ട്രുമെൻറ്റ്. ഇപ്പോൾ ഇതും എല്ലാം ഈ ഇലക്ട്രോണിക് ഇൻസ്ട്രുമെൻറ്റ് ഈസി ആയിട്ട് കിട്ടും, വെരി ഈസി. പക്ഷേ ഈ തനതായ ഇൻസ്ട്രുമെൻ്റ് കയ്യിലെടുത്ത് വായിക്കുന്ന ആർട്ടിസ്റ്റാണ് അതിൻ്റെ ത്രില്ലിൽ വായിക്കുന്നത്. അതിൻ്റെ ഒരു ഹരം ഒറിജിനൽ ഇൻസ്ട്രുമെൻ്റാണ്. ഒരു ബോട്ടിൽ പോലും ഉപയോഗിക്കാം. ക്ലേവ്സ് എന്ന് പറയും. ഈ ജലം, വെള്ളം, തടാകം, നദി, വാട്ടറുമായിട്ട് എഫക്റ്റ് സീക്വൻസ് ഉള്ള മിക്ക പാട്ടുകളിൽ ഇത് കേൾക്കാം. ക്ലേവ്സ് ഇതെല്ലാം ഇതിലുണ്ട്. ഇത് പഴയ പല പാട്ടുകളിലും കേട്ടിരിക്കും. ഘടത്തിന് പകരം എളുപ്പവഴിയിൽ ഞാൻ ചെയ്യുന്ന ഒരു ഘടം. ടാമ്പറിൻ, തബല, ഏത് ഇൻസ്ട്രുമെൻറ്റിൻ്റെയും കൂടെ വായിക്കാം. ഷെയ്ക്കർ, ബാർ ഷെയ്ക്കർ, വേറെ ഏത് ഇൻസ്ട്രുമെൻറ്റിലൂടെ ബാർ ഷെയ്ക്കർ. ഇനി വേറൊരു ഷെയ്ക്കർ, എഗ് മുട്ട. ഇതെല്ലാം ഫോറിൻ മേക്കാണ്. എഗ് ഷെയ്ക്കർ. ഇങ്ങനെ വായിക്കാം. മൈന, ഇതെൻ്റെ കണ്ടുപിടുത്തം. സീൻ എഫക്ട്സ്. അത്യാവശ്യം ലോക്ക്ഡൗണൊക്കെ ആയിട്ട് പരിപാടിയൊന്നും ഇല്ലാതെ ബുദ്ധിമുട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ വാവാ സുരേഷ്, നമ്മുടെ സുഹൃത്തുണ്ടല്ലോ, പുള്ളിയുടെ കൂടെ കൂടിയാൽ ഇതിട്ട് ശകലം പണി ചെയ്യാം. പുള്ളിയുടെ കൂടെ കൂടാൻ തീരുമാനിക്കുന്നവർക്ക് ഇത് ഉപയോഗപ്പെടും. ഗഞ്ചിറ, മൃദംഗത്തിൻ്റെ കൂടെ ക്ലാസിക് കർണാട്ടിക് കച്ചേരിക്ക് വായിക്കുന്നത്. പക്ഷേ ഇത് ഒരു ഹിറ്റായ ഒരു സിനിമാ സോങ്ങിൽ, എ ആർ റഹ്മാൻ്റെ ഒരു സോങ്ങിൽ, ഒരു ബോംബെ ആ ഫിലിമിലുള്ളൊരു സോങ്ങിൽ ഇത് വായിച്ചിട്ടുണ്ട്. അടുത്തതായി മണി. ഭക്തിഗാനങ്ങളിൽ ധാരാളം ഈ മണികൾ ഉപയോഗിച്ച് കാണുന്നുണ്ട്. പക്ഷേ ഇതുകൊണ്ട് വേറൊരു ഉപയോഗമുണ്ട്. നമ്മുടെ ഈ രംഗം എന്ന് പറഞ്ഞാൽ പാരകളുടെ അതിപ്രസരമുള്ള രംഗമാണല്ലോ. അവിടെ പിടിച്ചു നിൽക്കണമെങ്കിൽ കുറച്ച് കൂടുതൽ കഴിവുണ്ടെങ്കിൽ പോലും അത്ര ഈസിയല്ല. ഇതും കൂടെ വേണം. മണിയടി അതിനുവേണ്ടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന സാധനമാണ്. അങ്ങനെ ഉപയോഗിക്കാം. അർഹതയില്ലാത്തവർക്ക് ചിലർക്ക് പോലും ചില അവാർഡുകൾ പോലും ഒപ്പിച്ചെടുക്കാൻ ഇതുണ്ടെങ്കിൽ സാധിക്കും. എപ്പടി പിന്നെ അവർക്കൊക്കെ അവാർഡ്, നമ്മളെ പോലുള്ളവർക്ക് പേ അവാർഡ്.